ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ ഓണത്തിന് എല്ലാവരും സദ്യയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയുണ്ട് കൂടെ. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വരി ശരിട്ടാ, എന്തായി പരിപാടിയൊക്കെ? പരിപാടി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒക്കെ അരിഞ്ഞ് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി ബിരിയാണി. അടിപൊളി വെറൈറ്റി ബിരിയാണി ആയിക്കോട്ടെ. നമുക്ക് നോക്കിയാലോ? നോക്കാം. തീ എത്തിയില്ലേ? ഞാൻ അടുത്തമ്മ ചട്ടി വെച്ചെടുക്കാം. ആ ചെറിയ വെളിച്ചെണ്ണ ഒഴിക്കണേ. നമ്മൾ ഡാൽഡയിലല്ലേ ഉണ്ടാക്കുക? അതാണ് ഞാൻ എന്നോട് വെറൈറ്റി ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത് വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതാണ് നമ്മളെ വെറൈറ്റി ബിരിയാണി അല്ലേ? അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി അടുത്തമ്മ അതിലിട്ടു. നമുക്കത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആയി. ഇനി കോരുക അല്ലേ? കോരിക്കോളി. ഈ വെളിച്ചെണ്ണയിലാണ് നമ്മള് പിന്നെ ഉള്ളി നല്ലോണം പൊരിച്ചെടുക്കണം അല്ലേ? അതെ, ഇത് നമ്മള് ബിരിയാണീന്റെ മേലേക്ക് ചോറിന്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിടാണ്. എന്താ പറയാ, ഞാൻ വെളിച്ചെണ്ണ പാർന്നുണ്ടാക്കണത് നമ്മളെ വയറിന് കേടില്ലാത്ത ബിരിയാണിയാവും നമ്മൾ കഴിക്കുക. ഡാൽഡ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും വയറിന് പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏകദേശം ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വരണം, അതിൻ്റെ ടേസ്റ്റ്. എന്താ പരിപാടി? ബിരിയാണിക്ക് കഴിക്കാനുള്ള സ്പെഷ്യൽ സാലഡ്. ഓ ആയിക്കോട്ടെ, അടിപൊളിയാണേതാലോ. ഇത് ഉള്ളി പൊരിഞ്ഞ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരുക. ഈ പ്ലേറ്റിൽ നമ്മളെ സ്പെഷ്യൽ സാലഡിക്ക് കക്കരി മാത്രം മതിയോ? കക്കരി പോരാ, ക്യാരറ്റ്, വല്യുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി പേസ്റ്റ്. അതാണ് ഒരു വെറൈറ്റി, അതാണ് അതിന്റെ ടേസ്റ്റ്. പിന്നെ സൂർക്ക, വിനാഗിരി, പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ട് തൈരും കൂടി. തൈര് ചേർക്കൂല, തൈരില്ല. അതാണ് സ്പെഷ്യൽ, തൈരില്ല. അതാ ചെറിയ ഇതിപ്പോ എന്താ സംഭവം? അടിപൊളിയാണല്ലോ. എന്താ ഇത്? അയ്യോ, ഞാൻ പറയാൻ മറന്നതാ. ഇത് നമ്മളെ മല്ലിച്ചപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതൊക്കെ പൊരിച്ചത്, പിന്നെ ബിരിയാണി മസാല, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ആക്കിയിടുക. ചിക്കനിക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഉള്ളി വച്ചേട്ടോ. ഇളക്കിയാലോ? ഇളക്കി. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് വെക്കാം, വാടാൻ വേണ്ടി കേട്ടോ. ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് കരിവേപ്പിൻ്റെ കൂടി ഇതേപോലെ അങ്ങനെ ഇട്ട് വെക്കാം. നല്ലപോലെ നോക്കി സെറ്റാക്കുക. ഇപ്പൊ നല്ലോണം വാടിയിട്ടുണ്ട് അല്ലേ? ഈ തക്കാളി ഇടല്ലേ? തക്കാളി പൊടി. ഇപ്പൊ തക്കാളി നല്ല വാടിയിട്ട് നമുക്ക് ഇതിക്ക് വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുഴുവട്ട. പിന്നെ ഇപ്പൊ തന്നെ ഇടട്ടെ പച്ചമുളക് ചതച്ചത് കൂടി. ഇത് ചെറിയ ഉള്ളി ചതച്ചത്, ഇത് ഇഞ്ചി പേസ്റ്റ്, മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം. ഇതെല്ലാം കൂടി ഒന്നിട്ട് വാടിയതിന് ശേഷം നമുക്ക് ചിക്കൻ മുന്നേ പൊടികളും കൂടെ ചേർക്കണം. ചേർത്ത് മല്ലിപ്പൊടി ഇട്ടു. ഇതിൻ്റെ ഒരു പകുതി ബിരിയാണി മസാല കൂടി ഇട്ടു. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. നമ്മൾ തേങ്ങ നല്ല പോലെ അരച്ചതാണ്, അതും കൂടി ചേർക്കുക. കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മസാല ഏകദേശമൊക്കെ റെഡി ആയില്ലേ? നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കല്ലേ? ഇതൊക്കെ നമ്മൾ നല്ലോണം വെള്ളമൊക്കെ വാർത്ത് വെച്ചാണല്ലോ അല്ലേ? കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൽ എടുത്തുമ്പോൾ തൈരും ഒഴിച്ചോളി. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഇനി ഉപ്പ് ഇടുക അല്ലേ? പാകത്തിന് ഉപ്പ്. അങ്ങനെ ഇട്ടോളി. നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആക്കിയിട്ട് വെച്ചില്ലേ? നമുക്കിത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ നടച്ചിട്ട്
അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വേവണ തരം നിർത്തിയത്. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഊറ്റാനുള്ള പരിപാടി വെക്കാം. നമ്മൾ ഈ ചോറ് ഊറ്റിക്കാണ്ട് ഇനി നമ്മൾ മസാല ഒക്കെ തേച്ച് അടിപൊളിയാക്കി വെച്ചാൽ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി പൊരിച്ചതാണ്. ഇത് കുറച്ച് ചോറിട്ടതിൻ്റെ ശേഷം കുറേശ്ശെ ഇതിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബിരിയാണി മസാല. നമുക്ക് ഇതിലേക്ക് 6 kg ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ വെളിച്ചെണ്ണ. ആളുടെക്ക് പകരം വെളിച്ചെണ്ണയാണ് നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ വെറൈറ്റി ബിരിയാണി. നമുക്കിതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ആയിക്കോട്ടെ. തീയൊക്കെ ഒന്ന് ഒഴിവാക്കല്ലേ. അടിയത്തെ കനലൊക്കെ ഒന്ന് മുകളിലേക്ക് വാരിടും. കനങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്താൽ നന്നാവും. 1 മണിക്കൂറായി ദമ്മിട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറക്കാം. നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച കല്ലൊക്കെ ഒന്ന് എടുത്തേക്കുക. ഇനി തുറക്കുക. എന്താ സ്മെല്ല്, അടിപൊളി. കൊതിയുണ്ട്. വേഗങ്ങൾ ആ പാത്രത്തേക്ക് വിളമ്പിയാണ്. ചെറിയായിട്ട് നമ്മൾ എത്ര അരി എടുത്തേ? ഇതൊരു 3.5 കിലോ അരി ഉണ്ട്. അതിക്കൊരു 1.5 കിലോ വലിയ ഉള്ളി, പിന്നെ ഒരു 1.5 കിലോ തക്കാളി, പിന്നെ 3.5 കിലോ ചിക്കൻ ഇറച്ചി കേട്ടോ. പിന്നെ മറ്റുള്ള ചേരുവകളൊക്കെ ആവശ്യത്തിന്. ചിക്കനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടല്ലോ. ഈ ചോറ് നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ മസാലയും എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്മെല്ലിട്ടിട്ട് വേഗം ഇളക്കിങ്ങൾ എനിക്ക് വിശന്നിട്ട് ചെയ്യാം. ഈ ബിരിയാണീൻ്റെ കൊതി പിടിച്ച് കുറച്ച് കുട്ടികളവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളെ കുട്ടികൾ. അപ്പം നമുക്ക് 3 കൂടി ഒരു കൊണ്ടി കൊടുത്ത് കഴിക്കാം. എന്താണ് വിശന്ന് എല്ലാവർക്കും? ബിരിയാണി കഴിക്കാം. അപ്പോൾ അതാണ് നമ്മളെ എടത്തിയമ്മേൻ്റെ സ്പെഷ്യൽ സലാഡ്. അപ്പോൾ ചേട്ടാ നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല രസമുണ്ട്. എടത്തിയമ്മ ആ സാലഡ് ഒന്നും പറയാല്ലോ കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ലൈക്ക് ആക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവേണ്ട, ഇടങ്ങാറാവേണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.